Hello everyone. Welcome to another video. നമ്മളെല്ലാ യൂട്യൂബ് വീഡിയോയിലും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, ഒ ഇ ടിക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് എല്ലാ വീഡിയോസിലും നഴ്സസിൻ്റെ റൈറ്റിംഗ്, ഡോക്ടേഴ്സിൻ്റെ റൈറ്റിംഗ് മാത്രമായിരിക്കും അവർ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ലെറ്ററാണ്. ഓക്കെ, അപ്പം കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് ടോപ്പിക്കിലോട്ട് പോകാം. ഒരു ഒ ഇ ടിയിൽ വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ലെറ്റർ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഫിസിയോതെറാപ്പിസ്റ്റ് പ്രൊഫഷൻ്റെ. നഴ്സസ് ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുന്നതല്ല, ഫിസിയോതെറാപ്പിസ്റ്റ് ഒ ഇ ടി എഴുതുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് പ്രൊഫഷണൽ എങ്ങനെയാണ് ലെറ്റർ എഴുതേണ്ടത്, ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് റിലവൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ ഒരു ഒഫീഷ്യൽ ഒ ഇ ടി മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെ, അവരുടെ ആൻസേഴ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് മാക്സ് വോൾഫിൻ്റെ ആണ്. ഒ ഇ ടിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് മാക്സ് വോൾഫിൻ്റെ ലെറ്ററാണ് എഴുതിയിരിക്കുന്നത്. പേഷ്യൻ്റ് നെയിമാണ് മാക്സ് വോൾഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒ ഇ ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും അറിയാം, ഫസ്റ്റ് നമ്മൾ ലെറ്റർ കൈ കിട്ടിയാൽ ആദ്യം നോക്കുന്നത് റൈറ്റിംഗ് ടാസ്ക് ആയിരിക്കും അല്ലേ. ഫസ്റ്റ് നമ്മൾ റൈറ്റിംഗ് ടാസ്ക് എപ്പോഴും നോക്കണം. റൈറ്റിംഗ് ടാസ്കിലാണ് ആർക്കാണ് എഴുതേണ്ടത്, അതായത് ഏത് പ്രൊഫഷണലിലാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ പ്രൊഫഷൻ എന്തിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, എന്തിനായിരിക്കും നമ്മൾ ഒരു പ്രൊഫഷണൽ, നമ്മൾ എഴുതാൻ പോകുന്ന ആളുടെ പ്രൊഫഷൻ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ആ പ്രൊഫഷൻ അറിഞ്ഞിരിക്കുമ്പോഴത്തേക്കും അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കുറച്ച് ഡീറ്റെയിൽസ്, ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് മാത്രം നമുക്ക് റെലവൻ്റ് ആയിട്ട് സെലക്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ, ഓൾറെഡി ആ ഒരു പ്രൊഫഷണൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി എലാബറേറ്റ് ചെയ്യേണ്ട കാര്യവും വരുന്നില്ല. അങ്ങനെ നമുക്ക് വേർഡ് കൗണ്ട് കുറയ്ക്കാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം, നമുക്ക് റൈറ്റിംഗ് ടാസ്കിൽ നിന്ന് നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മൾ ഈ പേഷ്യൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണോ, അതോ ട്രാൻസ്ഫർ ചെയ്യുകയാണോ, അത് ജസ്റ്റ് റെഫറൽ ആണോ, എന്താണ് നമ്മുടെ പർപ്പസ് എന്നും റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ കിട്ടും. മൂന്നാമത്തെ ഒരു കാര്യം, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ബിക്കോസ് റൈറ്റിംഗ് കേസ് നോട്ടിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പേഷ്യൻറ്റിനെ കുറിച്ച് തന്നതാണോ അല്ലേ, പേഷ്യൻ്റെ കറണ്ട് ഡീറ്റെയിൽസ്, ഓൾ ഓഫ് ദം. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഫൈൻഡിങ്സ്, അതായത് ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, യുവർ ഫൈൻഡിങ്സ് ആൻഡ് സജസ്റ്റഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. നമ്മൾ എന്താണോ കണ്ടുപിടിച്ചത്, എന്ത് ഫൈൻഡിങ്സ് ആണ് കണ്ടുപിടിച്ചത് ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ്, അതും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, നമ്മൾ ആ പേഷ്യൻറ്റിന് വേണ്ടി എന്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്തതും അതുമാണ് നമ്മൾ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ റൈറ്റിംഗ് ടാസ്ക് നമുക്ക് ഒന്നുകൂടി വായിക്കാം. യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ നോട്ട്സ് റൈറ്റ് എ ലെറ്റർ ബാക്ക് ടു ദ റെഫറിംഗ് ഡോക്ടർ. സോ നമ്മൾ എഴുതാൻ പോകുന്നത്, ആരാണോ ഈ പേഷ്യൻറ്റിനെ നമുക്ക് റെഫർ ചെയ്തത് ആ സെയിം ഡോക്ടറിന് തിരിച്ച് പേഷ്യൻറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ. ഓക്കെ, സോ അങ്ങനെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നോൺ കേസ് അല്ലേ. ഇങ്ങനത്തെ ഒരു നോൺ കേസ് വരുമ്പോഴത്തേക്കും ഈ റെഫർ ചെയ്ത ഡോക്ടറിന് ഈ പേഷ്യൻറ്റിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. സോ നമ്മുടെ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയാണോ സംഭവിച്ചത്, പുതിയതായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തത്, എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് കണ്ടുപിടിച്ചത്, ആ കാര്യങ്ങൾ മാത്രം ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതിയായിരിക്കും. സോ ഡോക്ടേഴ്സും നഴ്സസും ഒഴികെ ബാക്കി എല്ലാ പ്രൊഫഷണൽസിനും ഇതുപോലെ ഇരിക്കും. വളരെ സ്പെസിഫിക് ആയിട്ട് മാത്രം എഴുതിയാൽ മതിയാവും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരത്തില്ല ഈ ലെറ്ററിന്, ഒ ഇ ടി ലെറ്ററിന്. ഓക്കെ, അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ലെറ്ററിൻ്റെ കേസ് നോട്ടിൻ്റെ ഫസ്റ്റ് തൊട്ട് വായിക്കാം. ഇതിൽ നോട്ട്സ് കൊടുത്തിരിക്കുന്നത്, അസ്യൂം ദാറ്റ് ടുഡേയ്സ് ഡേറ്റ് ഈസ് 1 May 2018. 1 May 2018 ആണ് ഇന്നത്തെ ദിവസം, ടുഡേയ്സ് ഡേറ്റ്, അതായത് നമ്മൾ ലെറ്റർ എഴുതുന്ന ദിവസം. സോ ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, നമുക്ക് നമ്മുടെ ലെറ്ററിൻ്റെ ഫോർമാറ്റ് അറിയാം. സോ ആ ഡേറ്റ് അവിടെ പ്ലേസ് ചെയ്യണം. ദെൻ യു ആർ എ ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻ എ പ്രൈവറ്റ് പ്രാക്ടീസ്. Max Wolf has been referred to you by his doctor, Dr. William Stacey, for review and treatment plan after presenting with a chronic back pain. Mr. Wolf visited you yesterday. So ഈ പേഷ്യൻ്റ് ഇന്നലെ വിസിറ്റ് ചെയ്തതാണ് ഫോർ റിവ്യൂ ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഒരു റിവ്യൂവിനും ട്രീറ്റ്മെൻറ്റ് പ്ലാനിനും വേണ്ടി വിസിറ്റ് ചെയ്തതാണ് മാക്സ് വോൾഫ് എന്ന് പറയുന്നത്. ആൻഡ് പേഷ്യൻ്റ് ഡീറ്റെയിൽസിൽ നെയിം, ഏജ്, പ്രൊഫഷൻ. നെയിം നമുക്കറിയാം മാക്സ് വോൾഫ്, അതൊരു മെയിൽ പേഷ്യൻ്റ് ആണ്. ഏജ് 35. ഏജ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് റെഫറിൽ നമുക്ക് നെയിമും ഏജും എഴുതാം. ആൻഡ് പ്രൊഫഷൻ, അതായത് പേഷ്യൻ്റ് പ്രൊഫഷൻ വരുന്നത്
ഫുൾ ടൈം മ്യൂസീഷ്യൻ ആണ്, ഓർക്കസ്ട്രൽ ഡബിൾ ബാസ് പ്ലെയർ ആണ്. ദെൻ പേഷ്യൻറ്റ് ലീവ്സ് വിത്ത് സ്പോസ്, ഓൾസോ എ മ്യൂസീഷ്യൻ, നോ ഡിപ്പെൻഡൻസ്, ആരുമില്ല. ദെൻ പേഷ്യൻ്റ് സ്പോസിനോടൊപ്പമാണ്, വൈഫിനോടൊപ്പമാണ് താമസിക്കുന്നത്. വൈഫ് ഓൾസോ എ മ്യൂസീഷ്യൻ ആണ്. ആൻഡ് പേഷ്യൻ്റ് ഇറ്റ് സെൽഫ്, പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഫുൾ ടൈം ഒരു മ്യൂസീഷ്യൻ ആണ്, ഓർക്കസ്ട്രൽ ഡബിൾ ബാസ് പ്ലെയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. സോ ദെൻ ഫിസിയോതെറാപ്പി നോട്ട്സ്, ഫിസിയോതെറാപ്പിയുടെ നോട്ട്സ് നോക്കുമ്പോൾ ഫ്രം ഇനിഷ്യൽ കൺസൾട്ടേഷൻ 30 April 2018, അതായത് ഏപ്രിൽ 30 തൊട്ടുള്ള കൺസൾട്ടേഷൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം 1 May ആണ്. ആൻഡ് ബിഫോർ 30-ാം തീയതിയിലുള്ള കാര്യങ്ങൾ. അതിൽ ഫാമിലി പേഷ്യൻ്റ് ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി വരുമ്പോഴത്തേക്കും ഫാദറിൻ്റെ കാര്യമുണ്ട്. ദെൻ മൈൽഡ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മദറിന് ഹെൽത്തി യങ്ങർ ബ്രദർ, ancestor healthy, tonsillectomy, and then myopic, then no smoker, social drinker, mild idiopathic scoliosis, mild idiopathic scoliosis ഉണ്ട്. then from the teenage and okay, ഇത്രയും കാര്യങ്ങളാണ്. slouching at desk while studying at school and music college, minor ongoing postural problem from music college to present, daily work routine. ഓക്കെ, ഇതൊക്കെ ഫാമിലി ആൻഡ് പേഷ്യൻ്റ് ഹിസ്റ്ററി, ഇതൊക്കെ ആ ഡോക്ടറിന് ഓൾറെഡി അറിയായിരിക്കും അല്ലേ. ഈ ഒരു കാര്യങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞിട്ടാണ് ആ ഡോക്ടർ എങ്ങോട്ട് റെഫർ ചെയ്തത്, പേഷ്യൻറ്റിനെ നമ്മുടെ അടുത്തോട്ട് റെഫർ ചെയ്ത്, അതായത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്ത്. സോ ഈ ഡീറ്റെയിൽസ് നമുക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക് വളരെ, കാരണം നമ്മൾ ഇത് അത്രയും എഴുതാൻ പോകുന്നില്ല. ദെൻ ഇനി നമ്മൾ കൺസൾട്ട് ചെയ്തപ്പോൾ പേഷ്യൻ്റ് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അല്ലേ. സബ്ജക്റ്റീവ് ഡീറ്റെയിൽസിൽ വരുന്നത് പേഷ്യൻ്റ് കംപ്ലൈൻസ് ഓഫ് ഓൺ ഗോയിങ് അപ്പർ ബാക്ക് പെയിൻ, ഫീൽ സ്റ്റിഫ്, ഫ്രോസൺ, ലോക്ക്ഡ് ബിറ്റ്വീൻ ഷോൾഡേഴ്സ്, ഓൾസോ ഡൾ പെയിൻ ഇൻ ലംബാർ റീജിയൻ. അപ്പോൾ ലംബാർ റീജിയനിൽ പെയിൻ ഉണ്ട്. ആൻഡ് ദിസ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് സ്റ്റിഫ് ആൻഡ് ഫ്രോസൺ ആണ്, ഒരു ഫ്രോസൺ ഫീലിംഗ് ആണ്, ലോക്ക്ഡ് ബിറ്റ്വീൻ ദ ഷോൾഡേഴ്സ്. ദെൻ പ്രൊലോങ്ഡ് പെർഫോമൻസ് ഓൺ ഇൻസ്ട്രുമെൻറ്റിൽ ഈ AGG എന്നിരിക്കുന്നത് എപ്പോഴാണ് അത് അഗ്രവേറ്റ് ചെയ്യുന്നത്, അത് എപ്പോഴാണ് പ്രൊലോങ്ഡ് പെർഫോമൻസ്, വളരെ നേരം, അതായത് 2 മണിക്കൂറിൽ കൂടുതൽ, ഇവിടെ കാണിച്ചിട്ടുണ്ട് മോർ ദാൻ 2 hour ഇൻസ്ട്രുമെൻറ്റിൽ പെർഫോം ചെയ്യുമ്പോഴാണ് പെയിൻ കൂടുന്നത്. ആൻഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറയുകയും ചെയ്യും. അവിടെ ഈസ് റെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ദെൻ സിംറ്റംസ് ഡെവലപ്പിംഗ് ഓവർ ലാസ്റ്റ് 6 to 10 months, ഈ സിംറ്റംസ് വന്നത് 6 to 10 months ആയിട്ടുണ്ട്. ആൻഡ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ കൊടുത്തിരിക്കുന്നത് സിംറ്റംസ് ഡെവലപ്പിംഗ് ഓവർ ലാസ്റ്റ് 6 to 10 months, 6 തൊട്ട് 10 മാസമായിട്ടാണ് സിംറ്റംസ് ഡെവലപ്പ് വരുന്നത്. അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല, കാരണം എന്താ, 6 to 10 months എന്ന് പറയുമ്പോൾ പ്രീവിയസ് കാര്യങ്ങളെല്ലാം ഈ റെഫർ ചെയ്യുന്ന ഡോക്ടറിന് അറിയാം അല്ലേ. Then patient too busy at work to attend doctor, has been using non-prescription analgesics lately for relief. Then bass playing requires particular body posture. നമുക്ക് ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ പോസ്ചറിൻ്റെ കാര്യങ്ങളാണ്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആസ് എ ബാസ് പ്ലെയർ ഒരു പർട്ടിക്കുലർ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. സോ പേഷ്യൻറ്റ് നോർമലി സിറ്റ്സ് ഓൺ എ ഹൈ സ്റ്റൂൾ with body weight mainly on right leg, then left arm is bent and raised up to near patient ear on instrument, right arm reaches forward to produce sound with bow, unbalanced posture. So ഈ പോസ്ചർ നമുക്ക് എന്താ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണമെന്നില്ല, ബിക്കോസ് നമ്മൾ ഫർദർ ഇപ്പോൾ ബാക്ക് ടു റെഫർ തിരിച്ച് പേഷ്യൻറ്റിനെ സെൻഡ് ചെയ്യുന്നത് പേഷ്യൻ്റ് GPക്ക് തന്നെയാണ്, അതായത് റെഫറിങ് ഡോക്ടറിനാണ്. എനിവേ ഈ പോസ്ചർ അറിഞ്ഞിരുന്നത് കൊണ്ട് ആ ഡോക്ടർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് ഫർദർ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടതും ആര് തന്നെയാണ്, നമ്മൾ തന്നെയാണ്, അതായത് ഈ എഴുതുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെയാണ് ഫർദർ ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഈ പോസ്ചറിൻ്റെ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട, ബട്ട് ഒരു പർട്ടിക്കുലർ ബോഡി പോസ്ചറിലാണ്, അതായത് അൺബാലൻസ്ഡ് പോസ്ചറിലാണ്, ആ കാര്യം മാത്രം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയാവും. Then പിന്നെ വരുന്നത് patient concerned that currently symptoms may prevent participation in important international tour with orchestra for 1 month, leaving in 3 weeks. 3 ആഴ്ചക്കുള്ള പേഷ്യൻ്റ് ഒരു ഇൻ്റർനാഷണൽ ടൂർ ഒരു പ്രോഗ്രാമിന് ലീവ് ചെയ്യും. സോ അതിനെക്കുറിച്ച് പേഷ്യൻ്റ് കൺസേൺ ആണ്. അപ്പം ഇതിനുള്ളിൽ അതാണ് പേഷ്യൻറ്റിന് ഡോക്ടറിനെ കാണാൻ ഒരു കാരണമായത്, അതിവിടെ കൊടുത്തിട്ടുണ്ട്.
This was triggered to attend doctor എന്ന്. സോ അത് നമുക്ക് എഴുതാം. Then എഴുതാം and it's relevant only. Then also aware, however, of need to find and treat cause of current symptoms to maintain long-term health and continue capacity to perform. സോ എന്താ കൂടുതൽ നേരം പെർഫോം ചെയ്യണം ആൻഡ് ഒരു ലോങ് ടേം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതും ഒരു കാരണമാണ് ഡോക്ടറിനെ ഇപ്പോൾ വിസിറ്റ് ചെയ്തത്. സോ വിസിറ്റിംഗ് ഡോക്ടർ ഇസ് വി ക്യാൻ ജസ്റ്റ് മെൻഷൻ. Okay, then physical examination, and physical examination finding is much more importance because examination findings നമ്മുടെ റൈറ്റിംഗ് ടാസ്കിലുള്ള ഒരു കാര്യമാണ് ഡീറ്റെയിലിംഗ് യുവർ ഫൈൻഡിങ്സ് ആൻഡ് സജസ്റ്റഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. സോ ഈ ട്രീറ്റ്മെന്റ് പ്ലാനിനും ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സിനും വേണം കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ബാക്കിയുള്ള കാര്യം നമുക്ക് മെൻഷൻ ചെയ്യാം, ആവശ്യമായിട്ടുള്ള കാര്യം മെൻഷൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി ബാക്കി കാര്യങ്ങളിൽ ഈ പോസ്ചർ, ദെൻ കംപ്ലൈൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ആൻഡ് ദെൻ ഫൈൻഡിങ്സ് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് നമുക്ക് എഴുതേണ്ടി വരും. കാരണം ഫൈൻഡിങ്സും ട്രീറ്റ്മെന്റ് പ്ലാനുമാണ് നമുക്ക് കൊടുക്കേണ്ടതെന്ന് റൈറ്റിംഗ് ടാസ്കിലും ഉണ്ട്. സോ ഫൈൻഡിങ്സ് നോക്കുമ്പോൾ സ്റ്റാൻഡിംഗ് പോസ്ചർ, മൈൽഡ് thoracic kyphosis with protraction of both scapulae and forward head posture, average build with lax abdominal muscles and flexion in standing, fingertips 10 cm below knee, mild scoliosis convex on right. Then പിന്നെ വരുന്നത് എക്സ്റ്റൻഷൻ ഇൻ സ്റ്റാൻഡിങ്, സ്റ്റിഫ് പോസിറ്റീവ്. പോസിറ്റീവ് ഇൻ ദ സെൻസ് സ്റ്റിഫ്നെസ് പ്രസന്റ് ആണ്, അതാണ് ആ സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സൈഡ് ഫ്ലെക്ഷൻ ഇൻ സ്റ്റാൻഡിങ്, ഫിംഗർ ടിപ്സ് ടു നീ ഓൺ ലെഫ്റ്റ്, കംപ്ലൈൻ ഓൺ റൈറ്റ് lumbar tightness, fingertips 5 cm above knee on right with stiff segment T3 T8, and then spinal rotation in sitting, stiffened on range to left but range normal, pain reproduced with the overpressure 3/4 range to right, stiff segment T3 T8. സോ ഇത് ഓരോ അവർ ചെയ്യുന്ന, അതായത് ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുന്ന ഫൈൻഡിങ്സ് ആണ്, എക്സാമിനേഷനിലെ ഫൈൻഡിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫൈൻഡിങ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ആ ഡോക്ടറിന്, നമ്മൾ ലെറ്റർ ചെയ്യുന്ന ഡോക്ടറിന് മനസ്സിലാകണം പേഷ്യൻറ്റിൻ്റെ ഫൈൻഡിങ്സിൽ എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അതുപോലത്തെ അത്തരം ഫൈൻഡിങ്സ് മാത്രമേ റെലവൻ്റ് ആയിട്ടുള്ളൂ. അത് നമുക്ക് പിന്നീട് പറയാം. Then palpationൽ increased tone and tenderness left erector spine, then T6 T8 right erector spine, T2 T4 stiffness PA central and right unilateral, T3 T8. So palpationൽ വരുന്നതും then standing posture, then flexion ചെയ്തപ്പോൾ, extension ചെയ്തപ്പോൾ in standing posture, then സ്റ്റാൻഡിങ് പോസ്റ്ററിൽ തന്നെ സൈഡ് ഫ്ലെക്ഷൻ ചെയ്തപ്പോൾ ആൻഡ് സ്പൈനൽ റൊട്ടേഷൻ ചെയ്തപ്പോൾ, ഇങ്ങനെയുള്ള എക്സാമിനേഷൻ ചെയ്തപ്പോൾ കണ്ട ഫൈൻഡിങ്സിന്റെ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് വളരെ കൺസൈസ്ഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ പിന്നെ വരുന്നത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. ട്രീറ്റ്മെന്റ് പ്ലാനിൽ എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡോക്ടർ, അതായത് നമ്മൾ ഈ പേഷ്യന്റിനെ റെഫറിങ് ബാക്ക് ചെയ്യുന്ന ആ ഡോക്ടർ, ആർക്കാണോ ലെറ്റർ ചെയ്യുന്ന ആ ഡോക്ടർ എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് ചെയ്യേണ്ടത്, ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്ന പ്ലാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പോസ്റ്റർ ട്രെയിനിങ് ഇൻക്ലൂഡിങ് ക്രോസ് tape to mid thoracic spine to promote postural awareness and self correction of forward posture. നമ്മൾ പേഷ്യൻറ്റിന് പോസ്റ്റർ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഡോക്ടറിനോട് കൊടുക്കണം എന്നല്ല, പോസ്റ്റർ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ക്രോസ് ടേപ്പ് അതുപോലുള്ള കാര്യങ്ങൾ. അത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഹി വാസ് ട്രെയിൻഡ് വിത്ത് പോസ്റ്റർ ട്രെയിനിങ് എന്ന് പറഞ്ഞ് നമുക്കത് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. സെക്കൻഡ് പോയിന്റ് നോക്കി, സോഫ്റ്റ് ടിഷ്യൂ റിലീസ് ലെഫ്റ്റ് ഇറക്ടർ സ്പൈനെ T6 T8 ആൻഡ് റൈറ്റ് ഇറക്ടർ സ്പൈനെ T2 T4, സ്പൈനൽ മൊബിലൈസേഷൻ T3 T8 ടു ഇൻക്രീസ് എക്സ്റ്റൻഷൻ ആൻഡ് റൈറ്റ് റൊട്ടേഷൻ. ഈ കാര്യങ്ങളാണ് കൊടുത്തിരുന്നത്. അതായത് റൊട്ടേഷൻ, സോഫ്റ്റ് ടിഷ്യൂ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഫിസിയോതെറാപ്പി, ആ ഒരു എക്സസൈസ് ഫോളോ ചെയ്യണം, അതാണ് പറയുന്നത്. ദെൻ ഹോം എക്സസൈസ്, ഇതല്ലാതെ ഹോം എക്സസൈസ് കൂടിയുണ്ട്. അതായത് റൈറ്റ് സൈഡ് ഫ്ലെക്ഷൻ, ദെൻ റൈറ്റ് റൊട്ടേഷൻ, പിന്നെ വരുന്നത് എൽബോ ഫോർവേഡ് ഉണ്ട്. ദെൻ റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര ടൈംസ് ആണ്, എന്തോരം തവണ ഇത് ചെയ്യണം. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്യണം. കാരണം അത് പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ പേഷ്യൻറ്റിന് തന്നെ അത്
ഫോളോ ചെയ്യാനുള്ളതാണ്. അത് നമ്മൾ ഡോക്ടറിന് ആസ് എ GP നമ്മൾ അത് ഡോക്ടറിനോട് പറയണം. ഓക്കെ, ദെൻ review twice each week until departure. Introduce strength exercise and self massage using tennis ball at next session. So അടുത്ത സെഷനിൽ സ്ട്രെങ്ത് എക്സസൈസും സെൽഫ് മസാജ് ടെന്നീസ് ബോൾ കൊണ്ടുള്ള സെൽഫ് മസാജും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അഡ്വൈസ്ഡ് പേഷ്യൻറ്റ് ദാറ്റ് പ്രോബ്ലം ഈസ് നോട്ട് അക്യൂട്ട് ഷുഡ് ബി ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ടൂർ ബട്ട് വിൽ നീഡ് ടു എക്സസൈസ് ആൻഡ് ഡു സെൽഫ് മസാജ് ആൻഡ് യൂസ് ടാപ്പ് ഫോർ പോസ്ചർ വൈൽ എവേ. അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടറിനോട് പറയണം. അതായത് പേഷ്യൻ്റ് ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഫോളോ ചെയ്യണം, ഹി നീഡ് ടു ഫോളോ. ദെൻ സെൽഫ് മസാജ് പാർട്ടിസിപ്പേറ്റ്, അതായത് ടൂറിന് പോകുമ്പോൾ അത് ഫോളോ ചെയ്യണം. അങ്ങനെ ഇത് നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യണം. ആ ഡോക്ടറിനോട് ഒന്നും അഡ്വൈസ് ചെയ്യണം, ഡോക്ടർ പേഷ്യനോട് അഡ്വൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്ടർ അതൊക്കെ ചെയ്ത് കൊടുക്കാനോ അല്ല, പേഷ്യൻറ്റിന് ഇതൊക്കെ ഫോളോ ചെയ്യണം, പേഷ്യൻ്റ് ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ വേണം ഇത് എഴുതാൻ. ഓക്കെ, സോ ഇത് നമുക്ക് നിങ്ങൾ കണ്ടു കാണും, ക്വസ്റ്റ്യൻ്റെ താഴെ തന്നെ ഒഫീഷ്യൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ താഴെ തന്നെ ആയിട്ട് അവരുടെ ആൻസേഴ്സും ഉണ്ട് അല്ലേ. അതിൽ നമ്മൾ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണും, സ്റ്റാർട്ട് ചെയ്യുന്നത് താങ്ക് യു ഫോർ റെഫറിങ് യുവർ പേഷ്യൻ്റ് എന്നും പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് പല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഐ എം റൈറ്റിംഗ് ടു റെഫർ യു ബാക്ക്, അല്ലെങ്കിൽ പേഷ്യൻ്റെ പേര് വെച്ച് തന്നെ തുടങ്ങാം, മിസ്റ്റർ മാക്സ് വോൾഫ് യുവർ പേഷ്യൻ്റ്, ഐ എം സെൻഡിങ് യു ബാക്ക്, അങ്ങനെ പറഞ്ഞു എഴുതാം. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല, ഇന്ന രീതിയിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല, ഏത് രീതി എഴുതിയാലും മാർക്ക് കിട്ടും വിത്തൗട്ട് എനി ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, ബിക്കോസ് റൈറ്റിങ്ങിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾക്കറിയാം, ആ കണ്ടന്റിന്, അതായത് കണ്ടന്റ് അല്ല പർപ്പസ് ആണല്ലോ നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് തന്നെ 3 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഷ്യൻറ്റിൻ്റെ പേര്, പിന്നെ എന്തിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്, ദെൻ ലെറ്റർ എന്തിനാണ് എഴുതുന്നത് അത് ഞാൻ പറഞ്ഞു, പിന്നെ ആ പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണ്. അപ്പം പെട്ടെന്ന് ആ ലെറ്റർ റിസീവ് ചെയ്യുമ്പോൾ ആ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിലൂടെ ആ ഒരു റിസീവർക്ക് ഫുൾ ആ ഒരു ലെറ്ററിന്റെ ഒരു സമ്മറി പോലെ കിട്ടുക, അല്ലെങ്കിൽ പർപ്പസ് കാണുമ്പോഴത്തേക്കും ഓക്കെ ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഈ കണ്ടീഷനാണ് ഈ പേഷ്യൻറ്റിനുള്ളത് ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ചെറിയൊരു സമ്മറി ആ ഒരു ഇൻട്രൊഡക്ഷനിൽ കിട്ടണം. അതാണ് പർപ്പസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് അവർ 3 മാർക്ക് നമുക്ക് സ്കോർ വരുന്നത്. നിങ്ങൾക്ക് ക്രൈറ്റീരിയ ശ്രദ്ധിച്ചറിയാം. ദെൻ പിന്നെ വരുന്നത് കണ്ടന്റ്, കൺസൈസ്, ക്ലാരിറ്റി, ദെൻ ഓർഗനൈസേഷൻ, ലേ ഔട്ട്, അതുപോലുള്ള കാര്യങ്ങൾ, ലാംഗ്വേജ്, അതുപോലുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ 7 മാർക്ക് വെച്ചാണ് വരുന്നത്. പിന്നെ ആൻസർ ലെറ്ററിൽ പിന്നെ വരുമ്പോൾ അറിയാം ആസ് യു നോ അതെന്ന് വെച്ചാൽ നോൺ കേസ് ആണ്, അതുകൊണ്ടാണ് അവർ ആസ് യു നോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ് യു നോ മിസ്റ്റർ വോൾഫ് ഈസ് ആൻ ഓർക്കസ്ട്രൽ ഡബിൾ ബാസ് പ്ലെയർ ബൈ പ്രൊഫഷൻ. അപ്പം നമുക്ക് ഈ പ്രൊഫഷൻ ഒന്നുകൂടി അത് മെൻഷൻ ചെയ്യണോ, അത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ് കോഴ്സ്. ആസ് യു നോ അത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് അത് മെൻഷൻ ചെയ്തില്ല, ഓക്കെ, അത് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെൻഡ് ചെയ്ത ഡോക്ടറിന് അറിയാം ഈ പേഷ്യൻ്റ് ഒരു ഡബിൾ ബാസ് പ്ലെയർ ആണ്, അതുകൊണ്ടാണ് ബാക്ക് പെയിൻ എന്ന്. നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ മിസ്റ്റർ വോൾഫ്, കണ്ടന്റ് പാരഗ്രാഫ് തൊട്ട് പേഷ്യൻ്റെ സെക്കൻഡ് നെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മിസ്റ്റർ വോൾഫ് report upper back pain between his shoulder that is aggravated by prolonged performance on the instrument over 2 hours and eased by rest. കണ്ടോ, അപ്പോൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ആംസ് എവിടെയാണ്, ലെഗ്സ് എവിടെയാണ് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്താണ് അത് നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ആ ഡോക്ടർ അല്ലെങ്കിൽ റെഫർ ബാക്ക് ചെയ്യുന്ന ഡോക്ടറിനോട് ഇത് പറഞ്ഞിട്ട് ഡോക്ടർ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലേ, എന്തെങ്കിലും ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കാൻ പോകുന്നില്ല. സോ അതിന്റെ കാര്യമില്ല, ഈ പോസ്ചർ കാരണമാണ് എന്ന് മാത്രം നമുക്ക് മെൻഷൻ ചെയ്താൽ മതിയാകും. ദെൻ he also has dull pain in his lumbar spine. The symptoms have been developed for 6 to 10 months and Mr. Wolf has recently been using low strength analgesics to help him sleep. സോ ഇവിടെ നോക്കി ഡൾ പെയിൻ ഉണ്ടായിരുന്നു ലംബാർ സ്പെയിനിൽ, ഓക്കെ അത് നമുക്കുണ്ട്, അത് നമുക്ക് എഴുതാം, സോറി. ദെൻ പിന്നെ വരുന്നത് ഇത് 6 to 10 month ആയിട്ട് പേഷ്യൻ്റ് ഉണ്ട് ഈ പ്രോബ്ലംസ്, ആൻഡ് ലോ സ്ട്രെങ്ത് അനാൽജസിക്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഓൾറെഡി നോൺ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇവിടെ ആസ് യു നോ എന്ന് പറഞ്ഞ ആ പാരഗ്രാഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് സബ്ജക്റ്റീവ് ഡീറ്റെയിൽസിൽ നിന്ന് പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം,
അത്രയും കാര്യങ്ങൾ ആ സബ്ജക്റ്റ് ഡീറ്റെയിൽസ് എഴുതാൻ പറ്റുള്ളൂ. കാരണം പിന്നെ നമുക്ക് ഈ പെയിനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയിട്ട് കാര്യമില്ല. പിന്നെ ഈ ഫാമിലി ഹിസ്റ്ററി, പേഷ്യന്റ് ഹിസ്റ്ററി, ഇതൊക്കെ ഒന്നും എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ സെലക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി ഓൺ എക്സാമിനേഷൻ, അവരുടെ ഓൺ എക്സാമിനേഷൻ ആ ഒരു പാരഗ്രാഫ് നോക്കിയാൽ ആ പാരഗ്രാഫ് വളരെ ഷോർട്ടാണ്. എന്തുകൊണ്ടാണ് അവർ വളരെ ഷോർട്ടായിട്ട് എടുത്തത്? ബിക്കോസ് എക്സാമിനേഷനിൽ ഈ പറഞ്ഞ പോലെ ഫൈൻഡിങ്സും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് നമ്മൾ റെഫർ ബാക്ക് ചെയ്യുന്ന ഡോക്ടർ വലിയ രീതിയിൽ ഒന്നും ഒരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് മാത്രം എഴുതി അത് ഷോർട്ടൻ ആക്കാം, കൺസൈസ്ഡ് ആക്കാം. അവർ എഴുതിയിരിക്കുന്നത് ഓൺ എക്സാമിനേഷൻ ദർ ഈസ് എ മൈൽഡ് thoracic kyphosis with the protraction of both scapula and forward head posture. സോ അവിടെ പോസ്ചറിൽ അവർ ചെയ്യുന്ന ഓരോ എക്സാമിനേഷനും എന്താണ് കണ്ടത് അത് മാത്രമേ ഇട്ടുള്ളൂ. അല്ലെങ്കിൽ ഏത് ഫ്ലെക്ഷൻ ചെയ്തപ്പോഴാണ്, ഏത് എക്സ്റ്റൻഷൻ ചെയ്തപ്പോഴാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ആ പർട്ടിക്കുലർ ഫൈൻഡിങ്സ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. മൈൽഡ് സ്കോളിയോസിസ് ഈസ് എവിഡന്റ് ഓൺ പേഷ്യന്റ് സൈഡ്, റൈറ്റ് സൈഡ് വിത്ത് ലംബാർ ടൈറ്റ്നസ് ആൻഡ് 3/4 റേഞ്ച് സ്പൈനൽ റൊട്ടേഷൻ. കണ്ടോ, ഇത് വളരെ ചെറിയ രീതിയിലാണ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിസ്ചാർജ് പാരഗ്രാഫിൽ വരുമ്പോൾ, ഡിസ്ചാർജ് പാരഗ്രാഫിൽ ട്രീറ്റ്മെന്റ് പ്ലാൻ, നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് പേഷ്യന്റ് കൊടുത്തത്. ഇനിഷ്യേറ്റഡ് പോസ്റ്റ് ട്രെയിനിങ്. ഇനിഷ്യേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ആക്റ്റീവ് വോയിസിലാണ് അല്ലെ. അതായത് ഇനിഷ്യേറ്റഡ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾക്ക് പല യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട് നമ്മൾ OET എഴുതുമ്പോൾ, OET ലെറ്റർ എഴുതുമ്പോൾ പാസീവ് വോയിസിൽ തന്നെ എഴുതണമെന്ന്. യെസ്, പാസീവ് വോയിസിൽ എഴുതണം. ബിക്കോസ് നമ്മളിവിടെ പേഷ്യന്റ് ഇമ്പോർട്ടൻസ് എടുക്കുന്നുകൊണ്ടാണ് പാസീവ് വോയിസ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആക്റ്റീവ് വോയിസിൽ എഴുതാം. ബിക്കോസ് ഈ ഒഫീഷ്യൽ OET ലെറ്റർ തന്നെ ആക്റ്റീവ് വോയിസിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വാട്ട്സ് ദാറ്റ് മാറ്റർ, നമുക്ക് ആക്റ്റീവ് വോയിസിൽ എഴുതാം സർക്കംസ്റ്റാൻസ് അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഇനിഷ്യേറ്റഡ് പോസ്റ്റ് ട്രെയിനിങ് ആൻഡ് സ്പൈനൽ മൊബിലൈസേഷൻ, അത് നമുക്ക് എങ്ങനെ പാസീവ് വോയിസിലേക്കാം? ഇവിടെ വേണമെങ്കിൽ നമുക്ക് he was initiated with the post training and spinal mobilization, full stop. ബിക്കോസ് ഇവിടെ വീണ്ടും ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹാവ് സ്റ്റാർട്ടഡ് ദ പേഷ്യന്റ് ഓൺ ഹോം എക്സസൈസ് ഇൻവോൾവിംഗ് റൊട്ടേഷൻ ആൻഡ് സ്ട്രെച്ചിങ്. സോ ഒരു സിംഗിൾ സെന്റൻസിൽ തന്നെ 1, 2 ആൻഡ് 3 ആൻഡ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. വേണമെങ്കിൽ നമുക്കത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വേറൊരു സെന്റൻസ് ആയിട്ട് എഴുതാം. ഓൾസോ ഇനിഷ്യേറ്റഡ് വിത്ത് ഹോം എക്സസൈസ് ഓൾസോ ട്രെയിൻഡ് വിത്ത് ഹോം എക്സസൈസസ് ഇൻവോൾവിംഗ് റൊട്ടേഷൻ ആൻഡ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് സെന്റൻസ് ആക്കി എഴുതാം. Then Mr. Wolf will have twice weekly session for 3 weeks until the start of concern 2, and I will introduce strength exercise and self massage at our next session. See, നമ്മൾ പറഞ്ഞില്ല അടുത്ത സെഷനിലാണ് സെൽഫ് മസാജ് പറയുന്നത്. അത് നമുക്ക് മെൻഷൻ ചെയ്യാം. ബിക്കോസ് പേഷ്യന്റ് അതൊരു ഫോളോ അപ്പ് വിസിറ്റ് ആണ്, അത് നമുക്ക് ഡോക്ടറിനോട് പറയണം. ഓക്കെ. Then Mr. Wolf need to continue his treatment routine while away, but will be able to participate in the tour. ബിക്കോസ് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. അതിനാണല്ലോ ഹോം എക്സസൈസ് അഡ്വൈസ് ചെയ്ത്, അതും എഴുതണം. ദെൻ ടൂറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് ഡോക്ടറോട്, അതായത് GPയോട് പറയണം. എന്നാൽ മാത്രമേ GPക്ക് പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് ലെറ്റർ. ഇനി സോ ഇതാണ് ഒഫീഷ്യൽ OET സൈഡിലുള്ള ലെറ്റർ എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ 2-3 ലെറ്റർ കൂടെ സാമ്പിളായിട്ട് കൊടുക്കാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് കൂടുതൽ ലെറ്റേഴ്സ് ഫിസിയോതെറാപ്പിയുടെയും മറ്റ് പ്രൊഫഷണൽസിൻ്റെ, അതായത് ഫാർമസി ആൻഡ് റേഡിയോഗ്രഫിയുടെയൊക്കെ ലെറ്റർ ആൻഡ് സ്പീക്കിംഗ് ഡിസ്കഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.